Hello dears, how are you all? I think all are fine. Welcome back to my channel. Today we are going to practice some daily routines and our habits. നമ്മുടെ ഡെയിലി നടക്കുന്ന എന്താ പറയാ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, നമ്മളുടെ റൊട്ടീൻസ് എന്ന് പറയൂലേ, ഹാബിറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇന്നത്തെ സെക്ഷൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആർ യു റെഡി? യെസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യൽ എങ്ങനെയാണ്, ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യൽ എങ്ങനെയാണ്. നമ്മളിപ്പോ ചില ആളുകള് 7 മണിക്ക് എഴുന്നേൽക്കും, ചില ആളുകൾ 6 മണിക്ക് എഴുന്നേൽക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അതായത് ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കിയാലോ. യെസ്, എങ്ങനെയാണ്? ഐ വേക്ക് അപ്പ്. എഴുന്നേൽക്കുക എന്നുള്ളതിനെ പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ആണ് വേക്കപ്പ് എന്ന് പറയുന്നത്. എഴുന്നേൽക്കുക എന്നുള്ളതിന് എന്താ പറയാ? വേക്കപ്പ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഗെറ്റപ്പ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഗെറ്റപ്പ്. ഈ ഗെറ്റപ്പും വേക്കപ്പും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് അറിയോ? വേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെയാണ് വേക്കപ്പ് എന്ന് പറയാ. എന്നാൽ ഗെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് എഴുന്നേൽക്കുന്നതിനെയാണ് നമ്മൾ ഗെറ്റപ്പ് എന്ന് പറയാ. ഡിഫറൻസ് മനസ്സിലായല്ലോ? സാധാരണ നമ്മൾ രാവിലെ ബെഡിൽ നിന്നാണല്ലോ എഴുന്നേൽക്കുക. അപ്പൊ ഗെറ്റപ്പിനേക്കാളും ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള വേർഡ് ഏതായത്? വേക്കപ്പ് എന്നുള്ള വേർഡാണ്. സോ എങ്ങനെയാണ് ആ സെന്റൻസ് വരിക എന്ന് നോക്കാം. ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock every morning. എവറി മോർണിംഗ് എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. കാരണം എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ടൈമിലാണ് എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എവറി മോർണിംഗ് എന്ന് പറയേണ്ട ആവശ്യം നിർബന്ധമില്ല അവിടെ. സോ നമുക്കിത് കേട്ടാൽ തന്നെ അറിയാം എല്ലാ ദിവസവും എന്താണ് 6 മണിക്കാണ് എഴുന്നേൽക്കുക എന്ന അതിന് മീനിങ് ഉണ്ട്. ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. നമ്മളൊരു ടൈമിന്റെ മുന്നിൽ ചേർക്കുന്ന പ്രിപ്പോസിഷൻ ആണ് അറ്റ് എന്ന് പറയുന്നത്. സോ ഐ, ഞാൻ, വേക്ക് അപ്പ് എഴുന്നേൽക്കുന്നു അറ്റ് 6 o'clock 6 മണിക്ക്. ഞാൻ എഴുന്നേൽക്കുന്നു 6 മണിക്ക് എന്നല്ല ഇംഗ്ലീഷിലാക്കുമ്പോ വരിക അല്ലെ. ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് മലയാളം പറയുമ്പോൾ അതിന്റെ നേരെ ഞാൻ എഴുന്നേൽക്കുന്നു 6 മണിക്ക്. അങ്ങനെയാണ് അതിന്റെ ഫോം വരിക. ഫോം സ്ട്രക്ചർ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ആ വീഡിയോസ് കണ്ടാൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് മാറും. ഇനി നമ്മൾ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാനിവിടെ ഐ ഐ ഐ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഞാൻ എന്ത് ചെയ്യാണ്? സബ്ജക്റ്റുകൾ ഓരോന്ന് മാറ്റി മാറ്റി പറയാണ് കേട്ടോ. ഇപ്പൊ അവള് ദിവസം 2 നേരം ബ്രഷ് ചെയ്യാറുണ്ട്. അതിനെങ്ങനെയാണ് അപ്പൊ ഇംഗ്ലീഷിൽ പറയാ? അപ്പൊ ആദ്യം പറയേണ്ടത് സബ്ജക്റ്റ് ആണല്ലേ. ആരാണ്? അവളാണല്ലോ. സോ അവൾ എന്നുള്ളതിന് ഷീ എന്ന് പറയും. അവൾ എന്നുള്ളതിന് ഷീ എന്ന് പറഞ്ഞു അല്ലെ. അവൾ എന്താണ്? ദിവസവും 2 നേരം ബ്രഷ് ചെയ്യാറുണ്ട്. അപ്പൊ അവൾ ബ്രഷ് ചെയ്യാറുണ്ട് ദിവസവും 2 നേരം. അങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ വരാറുള്ളത് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഷീ ബ്രഷസ്. എങ്ങനെയാ പറയാ? ബ്രഷ് ചെയ്യുക എന്നുള്ളതിന് ബ്രഷസ് എന്നാ പറയാ. ബ്രഷ് ചെയ്യുക എന്നുള്ളതിന് എന്താ പറയാ? ബ്രഷസ് എന്നാ പറയാ കേട്ടോ. ബ്രഷസ് ഹെർ ടീത്ത് ട്വൈസ് എ ഡേ. എങ്ങനെ പറയാ? ട്വൈസ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 നേരം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ട്വൈസ് എന്നാ പറയാ. ട്വൈസ് എ ഡേ. ഒരു ദിവസത്തില് 2 നേരം അവള് ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നു. ഈ 2 മീനിങ്ങും കറക്റ്റ് ആണ് കേട്ടോ. ചെയ്യാറുണ്ട് എന്ന് പറയുന്നതും ചെയ്യുന്നു എന്ന് പറയുന്നതും സെയിം മീനിങ്ങിലാണ് വരുന്നത്. അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ അത് ഞാന് ദിവസം 2 നേരം ബ്രഷ് ചെയ്യുന്നു എന്നാണെങ്കിൽ എങ്ങനെയാണ് അത് മാറുക? ഐ ബ്രഷ് മൈ ടീത്ത്. ഐ ബ്രഷ് എന്നാ പറയാ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയേ. ഷീ ബ്രഷസ് എന്ന് പറഞ്ഞു അല്ലെ. ഷീ ബ്രഷസ് ഹെർ ടീത്ത്. ഇവിടെ ഐ ബ്രഷ് മൈ ടീത്ത്. ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. അതിന്റെ വ്യത്യാസം എന്താണെന്ന് നോക്കിയാലോ. അത് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺകോഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള അഗ്രിമെന്റ് അല്ലെ. സബ്ജക്റ്റ് ഇത് വന്നാൽ വേർബ് എങ്ങനെ വരും എന്നുള്ളത് ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അത് കാണുക കേട്ടോ, കാണാത്തവര്. അതായത് ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. ഒരാളുള്ളൂ എങ്കിൽ നമ്മൾ എന്താണ്? വേർബിന്റെ എസ് ഫോം അല്ലെങ്കിൽ ES ചേർത്തിട്ടാ പറയാ. അപ്പൊ ഏതൊക്കെയാണ് സിംഗുലർ ആയിട്ട് വരുന്നത്? ഹി വരും, ഷീ വരും, ഇറ്റ് വരും, ഒരാളുടെ പേര് വരും. ഇതെല്ലാമാണ് എന്ത് വരുന്നത്? നമ്മുടെ സിംഗുലർ ആയിട്ടുള്ള നൗൺ അല്ലെങ്കിൽ പ്രോനൗണുകൾ വരുന്നത് അല്ലെ.
അപ്പൊ പ്ലൂറൽ ആയിട്ടുള്ള പ്രോനൗണുകൾ ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അയ്യോ, ദേവി എന്ന് ഓർത്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ലേ? ഇതിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കാൻ പാടില്ല. നമ്മൾ ആ വേർബിന്റെ ആ ബേസ് ആയിട്ടുള്ള ഫോമാണ് ചേർക്കുക. അപ്പൊ അയ്യ് ഞാൻ എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ, പിന്നെ എന്താ അവിടെ അങ്ങനെ ചേർത്ത എന്ന ഡൗട്ടൊക്കെ വരുന്നുണ്ടാവും. അതെല്ലാം ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയില് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇംഗ്ലീഷിലെ പ്ലൂറൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോനൗണുകൾ ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി എന്നുള്ളതാണ്. ഇതിൽ ഏത് വന്നാലും നമ്മൾ അതിന്റെ ബേസ് ഫോമാണ്, എസ് ചേർക്കാത്ത ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ. നമ്മളുടെ മദർ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലെ? എല്ലാ ദിവസവും നമ്മളുടെ മദർ ആണ് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? മൈ മദർ പ്രിപ്പയേഴ്സ്. മൈ മദർ പ്രിപ്പയേഴ്സ് ഫുഡ് ഫോർ മീ. പ്രിപ്പയേഴ്സ് ശ്രദ്ധിക്കുക കേട്ടോ. മൈ മദർ പ്രിപ്പയേഴ്സ് എന്ന് വന്നൂല്ലേ? അവിടെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ? അതായത് എസ് വന്നത് എന്തുകൊണ്ടാണ്? മൈ മദർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് പ്രിപ്പയേഴ്സ് എന്നുള്ള വേർഡ് വന്നത്. സോ എന്റെ മദർ പ്രിപ്പയർ ചെയ്യുന്നു എന്ത്? ഫുഡ്. എന്റെ മദർ പ്രിപ്പയർ ചെയ്യുന്നു ഫുഡ് എനിക്ക് വേണ്ടി. ഇനി ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വി എന്ന് പറയാം അല്ലെ? വി പ്രിപ്പയർ എന്നാ പറയാ. വി പ്രിപ്പയർ ഫുഡ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാരും ഒരുമിച്ചിട്ടാണ് ആ ഫുഡ് കഴിക്കുന്നത് എന്ന് പറഞ്ഞൂടെ? സോ വി ഈറ്റ് ഫുഡ് ടുഗദർ. എങ്ങനെയാണ് പറയാ? വി ഈറ്റ് ഫുഡ് ടുഗദർ. ടുഗദർ എന്ന് പറയുന്നത് എന്താണ്? ഒരുമിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടുഗദർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ മക്കളാണെങ്കിൽ സ്കൂൾ യൂണിഫോം ധരിക്കും അല്ലെ? അവര് യൂണിഫോം ധരിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നും അവര് യൂണിഫോം ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൂടെ? അത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. സോ അതിനെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ചിൽഡ്രൻ വിയർ ദെയർ യൂണിഫോം റെഗുലർലി. എല്ലാ ദിവസവും റെഗുലർ ആയിട്ട്. അതാണ് റെഗുലർലി എന്ന് പറഞ്ഞത്. സ്കൂൾ ബസ്സിൽ പോകുന്ന മക്കളുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ബസ് എല്ലാ ദിവസവും 8 o'clock വരാറുള്ളത് എപ്പോഴാണ്? 8 o'clock. ബസ് എല്ലാ ദിവസവും 8 o'clock വരുന്നു, അല്ലെങ്കിൽ ബസ് എല്ലാ ദിവസവും 8 o'clock വരാറ് എന്ന് പറയില്ലേ? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാ? ഇവിടുത്തെ സബ്ജക്ട് എന്താണ്? ബസ് ആണല്ലേ? സോ ദ ബസ് വരിക, എത്തിച്ചേരുക എന്ന് പറയുന്നതിന് നമ്മൾ അറൈവ്സ് എന്ന് പറയും. എന്താ പറയാ? അറൈവ് എന്നാണ് പറയാ. എത്തിച്ചേരുക എന്നുള്ളതിന് അറൈവ് എന്നാ പറയാ. സോ ദ ബസ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് the bus arrives at 8 o'clock every day. എല്ലാ ദിവസവും ബസ് എത്തുന്നത് എപ്പോഴാണ്? എല്ലാ ദിവസവും ബസ് എത്താറുള്ളത് 8 മണിക്കാണ്. എന്റെ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. നിങ്ങൾ വെറുതെ കണ്ടോണ്ടിരിക്കരുത്. നിങ്ങൾ എന്റെ കൂടെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാട്ടോ. കൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്പീക്കിംഗ് എന്നുള്ള സ്കില്ല് ഇംപ്രൂവ് ആവുള്ളൂ. ഞാനിത് എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ മിണ്ടാതെ കേട്ടോണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സോ അതും കിട്ടി. അങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ, ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു. ചില ആളുകൾ എല്ലാ ദിവസവും ഈവനിങ്ങില് എന്തെങ്കിലും ഗെയിംസ് കളിക്കുന്നവര്, അതേപോലെ ഫുട്ബോള്, ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നവരുണ്ടായിരിക്കും അല്ലെ എല്ലാ ഈവനിങ്ങിലും. സോ നമുക്ക് അതൊന്ന് പറഞ്ഞു നോക്കിയാലോ? അവർ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഫുട്ബോൾ കളിക്കുന്നു എന്നും പറയാം അല്ലെ? ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞു നോക്കുക കേട്ടോ. ഞാൻ പറയാൻ കാത്തു നിൽക്കണ്ട, നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. സോ എങ്ങനെയാണ് പറയാ? അവർ എന്ന് പറയാൻ ദേ. അവർ കളിക്കാറുണ്ട് അല്ലെ? വേർബാണ് സെക്കൻഡ് വരേണ്ടത് അല്ലെ? അവരെന്താണ്? കളിക്കാറുണ്ട്. ദേ പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ്. നമ്മുടെ ഗ്രോസറീസ് ഒക്കെ തീർന്നാല്, നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തീർന്നാല് ചില ആളുകൾ തേഴ്സ്ഡേസിലാവും പോയിട്ട് വാങ്ങിക്കുക. വീക്കെൻഡിൽ ഏതെങ്കിലും ഒരു ഡേയിലായിരിക്കും പോയി, പ്രത്യേക ഒരു ഡേ ഉണ്ടായിരിക്കും അല്ലെ? ഞങ്ങളിവിടെ തേഴ്സ്ഡേസിലാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. സോ നമുക്കത് എങ്ങനെ പറയാം? ഞങ്ങൾ ഗ്രോസറീസ് എന്താണ് തേഴ്സ്ഡേ ആണ് വാങ്ങിക്കാറുള്ളത്, അല്ലെങ്കിൽ അവൾ ഗ്രോസറീസ് തേഴ്സ്ഡേ ആണ് വാങ്ങിക്കാറുള്ളത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷീ ബൈസ്. വാങ്ങിക്കുക എന്നുള്ളതിന് BUY ബൈ എന്നാ പറയാ. ഇവിടെ ഷീ ആയതുകൊണ്ട് എസ് ചേർക്കണ്ടേ? സോ
She buys groceries on Thursdays. വ്യാഴാഴ്ചകളിലാണ് on Thursdays എന്ന് പറയുന്നത്. മന്ത്ലി ഞങ്ങള് ബീച്ചിൽ പോവാറുണ്ട് കേട്ടോ. മന്ത്ലി ഏതെങ്കിലും വൺ ടൈം ഞങ്ങൾ ബീച്ചിൽ പോവാറുണ്ട്. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? വി പോകാറുണ്ട് എന്നല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ പോകുന്നു എന്നല്ലേ പറയേണ്ടത്. ഗോ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. വി ഗോ ടു ദ ബീച്ച് മന്ത്ലി. ഏതെങ്കിലും ഒരു ദിവസം, മന്ത്ലി ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ബീച്ചിൽ പോകാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇവിടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ വീക്ക്ലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇപ്പൊ മന്ത്ലി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോ അതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്കൊരു ഫോം കിട്ടിയല്ലോ. അതായത് ആദ്യം സബ്ജക്റ്റ് ആണ് വരുന്നത്, പിന്നെ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നത്, അല്ലെ V1 എന്നുള്ള ഫോം ആണ് വരുന്നത്. ചിലപ്പോ എസ് അല്ലെങ്കിൽ ES ആഡ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു മാറ്റം ഇല്ലാത്ത കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ, പെർമനന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഒരു പ്ലാന്റിന് വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ അത്യാവശ്യമാണ്, അല്ലെ. വാട്ടർ ഇല്ലാതെ പ്ലാന്റ് വളരില്ല. അതെന്താണ്, പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ. സോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? പ്ലാന്റ്സ് നീഡ്, ആവശ്യമുണ്ട് എന്ന് പറയാനാണ് നീഡ് എന്നുള്ള വേർഡ് കേട്ടോ. പ്ലാന്റ്സ് വന്നതുകൊണ്ടാണ് നീഡ് വന്നത്. പ്ലാന്റ്സ് നീഡ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികൾ. പ്ലാന്റ്സ് നീഡ് എന്താ വേണ്ടത്? വാട്ടർ ടു ഗ്രോ. വളരുക എന്നുള്ളതിന് ഗ്രോ എന്നാണ് പറയാ. വളരാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിന് വളരാന് എന്ത് വേണം? വാട്ടർ വേണം, അല്ലെ. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്, നമുക്ക് ബ്രീത്തിന് ഓക്സിജൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് പറയുന്നത്? ഹ്യൂമൻസ് നീഡ് ഓക്സിജൻ ടു ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ആവശ്യമാണ്. അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ ഫയർ അല്ലേ, ഫയർ വുഡിനെ എന്താ ചെയ്യുന്നത്? ബേൺ ചെയ്യാണ്, അല്ലെ. ഫയർ, തീ എന്ന് പറഞ്ഞാൽ ഫയർ. അങ്ങനെയാണ് കത്തിക്കുക എന്നുള്ളതിന് എന്താ പറയാ? ബേൺസ്. BURN, ബേൺ ആണ്. ഇവിടെ ഫയർ സിംഗുലർ ആയതുകൊണ്ട് ബേൺസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. ഫയർ ബേൺസ് വുഡ്. ഫയർ ബേൺസ് വുഡ്. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള കുറെ എക്സാമ്പിൾസ് ഉണ്ട്. എന്താണ്? സൂര്യന് കിഴക്കുദിക്കുന്നു, സൂര്യനെ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതൊക്കെ ഫാക്റ്റ് ആണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. പിന്നെ അതേപോലെ പശു പാൽ തരുന്നു, ഇതൊക്കെ ഒരു ഫാക്റ്റ് ആണല്ലേ. പശു പാൽ തരാന്നുള്ള വ്യത്യാസം ഉണ്ടോ? ഇല്ല. സോ കൗ ഗിവ്സ് us milk, അല്ലെ. ഇത്തരം കാര്യങ്ങളും നമ്മൾ ഇപ്പോ പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു. നമ്മൾ പെർമനന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയാനും പഠിച്ചു. അതേപോലെ നമ്മുടെ ലൈക്സ്, ഡിസ്ലൈക്സ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാം, അല്ലെ. ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ഡോണ്ട് ലൈക്ക് പൈനാപ്പിൾ. ഇങ്ങനെയുള്ള വേർഡ്സുകൾ ഉണ്ടല്ലോ നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സുകൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എല്ലാത്തിനും ഒരേ ഫോമുലയാണ് യൂസ് ചെയ്തത്, അല്ലെ. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആണ് യൂസ് ചെയ്തത്, അല്ലെ. സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. അപ്പൊ ഇതെല്ലാം ഒരേപോലെയാണല്ലോ വരുന്നത്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പേരുണ്ടായിരിക്കുമല്ലോ, അല്ലെ. ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരുണ്ടായിരിക്കുമല്ലോ. അതിനെയാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. എന്താ പറയാ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. എങ്ങനെയുണ്ട്? അപ്പൊ ടെൻസിന്റെ ഒരു പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിന് മുന്നേ ഒരു പാർട്ട് പഠിച്ചു. സെക്കൻഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ പഠിക്കുന്നത്. അപ്പൊ ഒരു വീഡിയോയിലൂടെ ഇത്രയും സിമ്പിൾ ആയിരുന്നോ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ രീതിയിലൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും മറക്കില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇപ്പോ സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറെ വേർഡുകൾ നമ്മൾ പഠിച്ചു, അല്ലെ. എന്തൊക്കെയാ പഠിച്ചത്? എവ്രി ഡേ, എവ്രി മോർണിംഗ്, റെഗുലർലി, യൂഷ്വലി, ഓൾവേസ്. ഇതൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന് വേണ്ടിയിട്ട്. ഓഫൻ, ചിലപ്പോഴൊക്കെ എന്ന് പറയാൻ. ഐ ഓഫൻ ഫോർഗെറ്റ് മൈ ഫോൺ. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫോൺ മറക്കാറുണ്ട്. ഐ ഓഫൻ എന്നാണ് പറയാം. ഇങ്ങനെയുള്ള വേർഡ്സുകളാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. ഇത് നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറച്ച് ആളുകൾ ഇതിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.